ആക്ച്വലി ബോച്ചെ ടീ ലക്കി ഡ്രോ എന്ന് ഉദ്ദേശിക്കുന്നത് 40 രൂപയുടെ ഒരു പാക്കറ്റാണ് 100 ഗ്രാം. അത് വാങ്ങുമ്പോൾ അതിലൊരു ലക്കി ഡ്രോ ടിക്കറ്റ് ഉണ്ട്. ദിവസേന രാത്രി നറുക്കെടുപ്പുണ്ട്. അതിലൂടെ ബമ്പർ പ്രൈസ് 25 കോടിയും ദിവസേന 10 ലക്ഷം രൂപയും 13,704 പേർക്ക് ക്യാഷ് പ്രൈസ്. ഇതാണ് ഇങ്ങനെയുള്ളൊരു സ്കീമായിരുന്നു. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ ഒരു ചായപ്പൊടി, ആ ചായപ്പൊടിയിലൂടെ ഒരു കൂപ്പൺ വിൽക്കുന്നു. യഥാർത്ഥത്തിൽ കൂപ്പൺ അല്ല വിൽക്കപ്പെടുന്നത്, ചായപ്പൊടിയാണ്. കൂപ്പൺ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികപരമായിട്ടുള്ള ഒരു സംശയമാണ്. ഈ ബോച്ചെ ടീ എന്ന് പറയുന്ന ചായപ്പൊടിക്ക് അതോടൊപ്പം കൊടുക്കുന്ന ലക്കി ഡ്രോ കൂപ്പൺ, ആ കൂപ്പണിന് ലോട്ടറിയുമായിട്ട് സാമ്യമില്ലേ? അതുകൊണ്ട് തന്നെ ലോട്ടറി ഇസ്ലാമിൽ വിലക്കപ്പെട്ടതുപോലെ തന്നെ ബോച്ചെ ടീയും വിലക്കപ്പെടേണ്ടതല്ലേ എന്ന ബലപ്പെട്ട സംശയമാണ്. അതിനാദ്യമായി ഈ ബോച്ചെ ടീ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായിയുടെ ഈ ചായപ്പൊടി യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിന് കൂപ്പണിന് പൈസ കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിസ്സംശയം അത് ലോട്ടറിയുമായി താരതമ്യപ്പെടുത്താം. ഇതും നിഷിദ്ധമാണെന്ന് നമുക്ക് പറയാം. എന്നാൽ എന്താണ് ഇദ്ദേഹത്തിന്റെ കച്ചവടത്തിലെ ഈ ചായപ്പൊടി വിൽക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് നമുക്ക് കേൾക്കാം. ആക്ച്വലി ബോച്ചെ ടീ ലക്കി ഡ്രോ എന്ന് ഉദ്ദേശിക്കുന്നത് 40 രൂപയുടെ ഒരു പാക്കറ്റാണ് 100 ഗ്രാം. അത് വാങ്ങുമ്പോൾ അതിലൊരു ലക്കി ഡ്രോ ടിക്കറ്റ് ഉണ്ട്. ദിവസേന രാത്രി നറുക്കെടുപ്പുണ്ട്. അതിലൂടെ ബമ്പർ പ്രൈസ് 25 കോടിയും ദിവസേന 10 ലക്ഷം രൂപയും 13,704 പേർക്ക് ക്യാഷ് പ്രൈസ്. ഇതാണ് ഇങ്ങനെയുള്ളൊരു സ്കീമായിരുന്നു. ഞാൻ ആക്ച്വലി ലോട്ടറി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ലോട്ടറി എന്ന് പറയുന്ന ഡെഫിനീഷൻ 2B പ്രകാരം ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി എന്ന് അറിയപ്പെടുക. ഞാൻ ടിക്കറ്റ് വിൽപ്പന ഇല്ല, എനിക്ക് ലോട്ടറി ഇല്ല. അപ്പോൾ ഇദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ കച്ചവടം മാത്രമാണ്. അതുപോലെ തന്നെ എന്താണ് ലോട്ടറി എന്നും കൃത്യമായി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ലോട്ടറി നിഷിദ്ധമാണ് എന്ന് പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ 91-ാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് കാണാം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ശൈത്താന്റെ പൈശാചികമായ മ്ലേച്ഛമായ ഒരുപാട് കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ശൈത്താന്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളെ നിങ്ങൾ അത് വർജിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. ആ മ്ലേച്ഛമായ കാര്യങ്ങളിൽ എണ്ണിപ്പറഞ്ഞതിൽ പെട്ടതാണ് അൽ മൈസിർ എന്ന് പറയും. പരിശുദ്ധ ഖുർആനിൽ നിർബന്ധമായും നിങ്ങൾ മൈസിർ വെടിയണം എന്ന് പറയുന്ന ആ മൈസിർ എന്താണ്? ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ കൊടുത്തത് കാണാം. പ്രാചീന അറബികളിൽ ഉണ്ടായിരുന്ന ഒരു വിനോദമാണ് 7 ആളുകൾ കൂടിയിട്ട് ഓഹരിയിട്ട് ഒരു ഒട്ടകത്തെ വാങ്ങും. ആ ഒട്ടകത്തിനെ അറുത്ത് ഇവർ 7 നറുക്കുകൾ ഉണ്ടാകും. ഓരോ നറുക്കിലും ഓരോ വിഹിതങ്ങൾ അവർ എഴുതും. എല്ലാ നറുക്കിലും ഒരേ വിഹിതമല്ല എഴുതുന്നത്. ചില നറുക്കിൽ കൂടുതൽ വിഹിതങ്ങൾ എഴുതും, ചിലതിൽ അതിന് കുറവ്, അടുത്ത ചിലതിൽ അതിലും കുറവ്, ചിലതിൽ തീരെ ഓഹരികൾ എഴുതാതെയും ഉണ്ടാകാം. അങ്ങനെ 7 നറുക്കുകൾ അവർ എടുക്കും. അങ്ങനെ 7 നറുക്കുകൾ അവർ ഒരു തോൽപാത്രത്തിലിട്ട് വിശ്വസ്തരായ ഒരാളെ കൊണ്ട് അത് എടുപ്പിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഓഹരി ലഭിച്ച നറുക്ക് കിട്ടിയ ആൾ, അദ്ദേഹത്തിന് ആ മാംസവും കൊണ്ടുപോകാം. എന്നാൽ തീരെ ഓഹരി ലഭിക്കാത്ത നറുക്കിന്റെ ഉടമക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മുടക്കിയ പണവും നഷ്ടമാകും. ഇതാണ് മൈസിർ അഥവാ ലാഭനഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഇടപാട്, ഒരു വിനോദം.
ഇത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അത് നിങ്ങൾ നിർബന്ധമായും വെടിഞ്ഞിരിക്കണം. പിൽക്കാലത്ത് ഇതേ സ്വഭാവമുള്ള എല്ലാ ഇടപാടുകളും വിനോദങ്ങളും അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ മുസ്ലിമിൽ തന്നെ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹസാത്തി വഅൻ ബൈഇൽ ഗറർ. പ്രാചീന കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വ്യാപാര സ്വഭാവമായിരുന്നു ശിലാ പ്രയോഗം. അതായത് ഒരു കൂട്ടം ചരക്കിലേക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ ഒരു കല്ലെറിയും. ആ കല്ല് ആ ചരക്കിൽ കൊണ്ടുവന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ ചരക്കിൽ ഈ കല്ല് തട്ടിയാൽ ആ തട്ടിയ ആ ചരക്ക് വിൽക്കപ്പെട്ടതായിട്ട് ഗണിക്കും. ഇങ്ങനെ ഒരു വ്യാപാരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പറമ്പ് അളക്കുകയാണ്, ഒരു സ്ഥലം അളക്കുകയാണെങ്കിൽ ആ വിൽക്കപ്പെടുന്ന ആ പറമ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ ഒരു കല്ല് കൊണ്ട് എറിയും. ആ കല്ല് എവിടെയാണോ തട്ടിയത് ആ തട്ടിയത് മുതൽ ഈ ക്രേതാവിൻ്റെ സ്ഥലം വരെ അത് ഇദ്ദേഹത്തിന് വിൽക്കപ്പെട്ടതായിട്ട് ഗണിക്കും. ഇങ്ങനെയൊക്കെ പല രീതിയിൽ പ്രാചീന കാലത്ത് അറബികൾക്കിടയിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അൻ ബൈഇൽ ഹസാത്തി നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹസാത്തി വഅൻ ബൈഇൽ ഗറർ. അതുപോലെ തന്നെ ചതി ഒളിഞ്ഞിരിക്കുന്ന വഞ്ചന സാധ്യതയുള്ള വ്യാപാരവും അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. എന്താണ് ഈ വഞ്ചനാ സ്വഭാവമുള്ള വ്യാപാരം എന്ന് പറഞ്ഞാൽ? മഹാനായ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാ അവിടുത്തെ മിർഖാത്തിന്റെ 3-ാം വാള്യം 320-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ചതി സാധ്യതയുള്ള കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യഫലം അറിയപ്പെടാത്ത കച്ചവടം എന്നാണ്. അതായത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന, ഇടപാട് നടത്തപ്പെടാൻ ഉദ്ദേശിക്കുന്ന വസ്തു അവസാനം ഇദ്ദേഹത്തിന് ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയപ്പെടാത്ത കച്ചവടം. ഇതാണ് വഞ്ചനാ സാധ്യതയുള്ള കച്ചവടം. ആകെ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന മൈസിറിന്റെ എല്ലാ സ്വഭാവങ്ങളും മേളിച്ചതാണ് ലോട്ടറി കച്ചവടം. അഥവാ ഒരു ലോട്ടറി നാം വാങ്ങുമ്പോൾ 500 രൂപക്കോ അല്ലെങ്കിൽ 100 രൂപക്കോ ഒരു ലോട്ടറി വാങ്ങുമ്പോൾ അത് നമ്മുടെ ഒരു വിഹിതമാണ്, ഒരു ഓഹരിയാണ്. അത് നറുക്കിലേക്ക് പോകും, ഒരു നറുക്കെടുക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് കോടികൾ അടിച്ചേക്കാം. കോടികൾ ലഭിക്കുമ്പോൾ നമുക്ക് ലാഭമുണ്ടാകും, മിക്കപ്പോഴും ഒന്നും തന്നെ ലഭിക്കുകയില്ല. അപ്പോൾ നമുക്ക് നഷ്ടവും ലഭിക്കാം. അപ്പോൾ നഷ്ടലാഭങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഇടപാടാണ് ലോട്ടറി കച്ചവടം. അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും പറയാം. എന്നാൽ ബോച്ചെ ടീയുടെ കൂടെ ലഭിക്കുന്ന ലക്കി ഡ്രോ കൂപ്പൺ, അതിന് ഇദ്ദേഹം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വ്യാപാരി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആ കൂപ്പണിന് അദ്ദേഹം ഒരു പണവും വാങ്ങുന്നില്ല, മറിച്ച് ചായപ്പൊടിയാണ് അദ്ദേഹം വിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തെറ്റില്ല, ചായപ്പൊടിയാണ് നാം പണം കൊടുത്ത് വാങ്ങുന്നത്, അതോടൊപ്പം കൂപ്പൺ ഫ്രീ ആയിട്ട് ലഭിക്കും. ആ കൂപ്പൺ നെറുക്കെടുത്ത് അദ്ദേഹം നമുക്ക് പണം തരുന്നു, അത് സ്വീകരിക്കാവുന്നതുമാണ്, അനുവദനീയവുമാണ്. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം വിൽക്കപ്പെടുന്ന ചായപ്പൊടി അത് വാങ്ങാവുന്നതാണ്, അതോടൊപ്പം ലഭിക്കുന്ന പണവും അതും വാങ്ങാവുന്നതാണ്, ഇതിലൊന്നും യാതൊരു സന്ദേഹവും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറിച്ച് ഈ ഖിമാറിന്റെ അഥവാ ഈ മൈസിറിന്റെ സ്വഭാവമുള്ള ലാഭനഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള ഏതൊക്കെ ഇടപാടുണ്ടോ അതെല്ലാം ഹറാമാണ്. അതിൽപ്പെട്ടതാണ് ലോട്ടറി, ഇൻഷുറൻസ്, അതുപോലെ ബെറ്റ് വെക്കുക, ഇങ്ങനെ റമ്മി കളിക്കുക. ഇതെല്ലാം ഇത്തരത്തിലുള്ള ലാഭനഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള മൈസിറിന്റെ, ഖിമാറിന്റെ, അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ച ബൈഉൽ ഗറർ എന്ന് പറയുന്ന വഞ്ചന സാധ്യതയുള്ള കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ പെടുന്നതായതുകൊണ്ട് ഇതെല്ലാം വർജിക്കേണ്ടതാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ആധുനിക പുതിയതായി കൊണ്ടുവന്ന ഈ ലക്കി ഡ്രോ കൂപ്പൺ എന്നുള്ളതും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.